ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ബീഫ് വരട്ടിയത് ഉണ്ടാക്കാം കേട്ടോ. ഇന്നത്തെ വ്ളോഗ് ബീഫിന് വ്ളോഗ് ഉണ്ടാക്കി നോക്കണം. അടിപൊളി അടാറായിട്ട് സൂപ്പർ സാധനം ഉണ്ടാക്കിയാണ് ബീഫ് വരട്ടിയത്, വേറെ ലെവല്. അപ്പൊ നമ്മൾ ഈ ബീഫിന്റെ നെയ്യുകളൊക്കെ നമ്മൾ എടുക്കാണ് കേട്ടോ. എടുത്ത് നമ്മളൊരു പാത്രത്തിൽ വെച്ചിന്. ഇനി കുറച്ചും കൂടി ഇത് എടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ ചെറുതാക്കി നെയ്യ് ഞങ്ങൾക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പം നെയ്യ് ഞങ്ങൾ ഒഴിവാക്കാണ്. ഇതാ നെയ്യൊക്കെ ഒഴിവാക്കുന്നുണ്ട്. അങ്ങനെ ഗായ്സ്, ഇതാ നമ്മളെ ബീഫിൻ്റെ നെയ്യ് ഏകദേശം എടുത്തു കേട്ടോ. ഫുള്ള് സെറ്റാക്കി ഏകദേശം ഇതാ സെറ്റാക്കി എടുത്തു. ഈ ബീഫേ അവളെ മുടിയാഴ്ചന്ന് ഈ ബീഫേ അവളെ ഫാമിലിന്ന് കിട്ടിയാണ്. അതൊരു മുടിയാഴ്ചണ്ടായി. അപ്പൊ നമ്മള് ഇന്ന് ബീഫ് വരട്ടി ഉണ്ടാക്കാൻ വിചാരിച്ച്. ഓളോരൊന്ന് കാട്ടി കൂട്ടിട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കാൻ. കട്ട് ചെയ്യടാ, ഇറച്ചി കഴിയും. ഭയങ്കര മടിയാ ഫുഡ് ഉണ്ടാക്കാൻ, ഭയങ്കര മടിയാ ഗൈസ്. ഫുഡ് കഴിക്കാനോ ഓളെ പോലത്തെ ഒരു കൊതിയത്ത് വേറെ ആരുമില്ല. അങ്ങനൊന്നുമില്ല കേട്ടോ. എനിക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കും. ഇത് എനിക്ക് ഉണ്ടാക്കാനല്ല. എനിക്ക് കട്ട്ലേറ്റ്, സമൂസ, പക്കോട അതൊക്കെ അല്ലേ. അതൊക്കെ ഇവിടെ ആർക്കും ഉണ്ടാക്കാറില്ല, എനിക്ക് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. പവറാണ്. ബീഫല്ലേ, ബീഫാനൊരു ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഇത് നല്ല ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഉണ്ടാക്കാൻ പൊളിയാണ്, സെറ്റാക്കി നല്ല ഇഷ്ടമല്ല. എനിക്ക് ടേസ്റ്റിൽ വെച്ചാല് വേറെ ഒന്നും എൻ്റെ അടുത്ത് കത്തില്ല അത്രക്കും. ഇത് പച്ചക്ക് തിന്നാൻ കഴിയാണ്. ഞാൻ പച്ചക്ക് തിന്നെ, എനിക്ക് പറ്റിയുടെ പച്ചക്ക് തിന്നാൻ. ഇയാളാണ് പച്ചക്ക് ഇന്നെ നോക്കി തിന്നു. വാങ്ങിക്കില്ല. നരഭോജി അതൊക്കെ പച്ചക്ക് മസാലയും കൂട്ടി തിന്നാൻ എനിക്ക് പറ്റില്ല. ഉഷാറ് പീസ. നാടൻ പോത്താണ്. മുടിയാഴ്ചന്റെ ഒക്കെ നാടൻ പോത്ത് അത്ര രസാ. നല്ല അടിപൊളിയാണ്. നിങ്ങൾ കറി വെച്ചാലോ? നാടൻ പോത്ത് നല്ല മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഒക്കെ തേച്ച് നമുക്ക് ഗ്രില്ല് ചെയ്താലോ? ഞാൻ പറഞ്ഞില്ല, ഞാനേ പച്ചക്ക് തൊടൂല. ഞാൻ ഹെൽപ്പറാണ്. ഓക്കെ, പൊടികളൊക്കെ എടുത്തു കൊടുക്കുന്ന ഹെൽപ്പ് അല്ലേ? പുറത്ത് കണ്ടോ സെറ്റാക്കിച്ചത്. ഇറച്ചിനെ എന്താണ് കുളിപ്പിക്ക, പുറത്തിട്ട് കുളിപ്പിക്ക. ഉണ്ടോ? ഇതൊക്കെ ഭ്രാന്താണോ വെച്ചാൽ അത്രക്ക് ഭ്രാന്തൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂക്കുമ്പോ കുറച്ച് ഓവറാണ്. ഇത് കണ്ടോ ഗൈസ്, ബീഫിനെ നമ്മൾ ഉറക്കാൻ പോവാണ്. ഇവിടെ കിടത്തി ഉറക്കാൻ പോകാനുണ്ട്. നമ്മള് മുറ്റത്ത് 3 കല്ലൊക്കെ വെച്ച് സെറ്റാക്കി. ഇതൊക്കെ വെക്കുമ്പോ ഞാൻ ഉറങ്ങിയിരുന്നല്ലോ. ഇതൊക്കെ നിങ്ങൾ എപ്പോഴാ വെച്ചേ? അടിപൊളി ചട്ടി. ഇപ്പം നമ്മൾ വീടിൻ്റെ പുറത്തുനിന്ന് നമ്മൾ നാടൻ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇന്നത്തെ നാടൻ സ്റ്റൈലിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗായ്സ്. ഇത് മല്ലിപ്പൊടിയാണ് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളകും പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് പെപ്പർ പൗഡർ, നല്ല മിക്സ് ചെയ്യുക. ഉപ്പ്, സാൾട്ട്, പെരിഞ്ചീരകം ഗായ്സ്, പെരിഞ്ചീരകം, കുറച്ച് ഉലുവ, നന്നായിട്ട് ഇടിച്ച്. പിന്നെ ഇങ്ങനെ കാവല് നിൽക്കണ എന്തുകൊണ്ടാ വെച്ചാല് അവിടെ ഒരാള് കണ്ടോ,
ഞാനിങ്ങനത്തെ ചെറിയ ചെറിയ ഉപകാരങ്ങളൊക്കെ ചെയ്യും. ബൈക്കിൽ വീണ സാധനങ്ങളൊക്കെ എടുത്തോണ്ടെടുക്കാം. അങ്ങനെ ഗായ്സ് നമ്മൾ കേട്ടെ ഗായ്സ് കഷ്ടപ്പെട്ട ഒരു ചേരി കഷ്ടപ്പെട്ട് എടുത്തു കാണും. കഷ്ടപ്പാട് കാണും. കഷ്ടപ്പാടിന്റെ പുതിയാപ്പിള കണ്ട് ഗൈസ്. ഇതിപ്പോ എങ്ങനെയാ വെക്കല്? ഇങ്ങനെ കത്തിക്കാട്ടോ. നോക്കിട്ടോ, തീ കത്തി കൈ നോക്കിട്ടോ. ഉഷാറായിട്ട് കത്തുന്നുണ്ട്. നല്ല കാറ്റുണ്ട് ഗൈസ്. ചൂടാട്ടെ. ചൂടായതിന്റെ ശേഷം നമുക്ക് ബീഫ് ഇടാം. ഞാൻ മൂടട്ടെ? അയ്യോ ഇതാ ഇതെന്ത് വരാ അപ്പൊ ഈ വീട്ടുകാർക്കും അറിയില്ല ഇതെന്ത് വരാണ്, ആര് വീട്ടിലുള്ള ഇതെന്താന്ന് ഇവർക്കൊന്നും അറിയത്തില്ല. അതുകൊണ്ട് അറിയണ പോലെ നമുക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഉഷാറായിട്ട് വരുന്നുണ്ട് ഇപ്പൊ. നല്ല അടിപൊളിയായിട്ട് തീ ഇങ്ങനെ ആളി കത്തും. കാഴ്ചക്കുറവുണ്ടായിട്ട് വെക്കല്ല, ഞാൻ രസത്തിന് വേണ്ടി വെക്കാണ്. നോമ്പാണ് സത്യ. കണ്ണട വെക്കാൻ നമുക്ക് ഇഷ്ടമുള്ളപ്പോ വീട്ടിൽ വരും. ഇപ്പൊ സ്ഥിരം കണ്ണട ആയപ്പോ നമുക്കിത് വേണ്ട. എന്താണ് താങ്കൾക്ക് എന്നെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നല്ല അഭിപ്രായം. കണ്ണടക്ക് വെച്ചപ്പോ സ്വഭാവം പൊളിയാണ്, സെറ്റാണ്. അത്രേ ഉള്ളൂ. ഞാൻ കുറച്ചുകൂടി പറയിക്കാൻ. വെള്ളമൊക്കെ വെറ്റി റെഡിയായി സെറ്റായിട്ടോ. വെളുത്തുള്ളി ഇടാ, മുളക്, ഇഞ്ചി, വറവിടാ. ഏകദേശം ബ്രൗണ് കളർ ആയി വരുന്നുണ്ട്. നോക്കി നിൽക്കാം. സൂത്രം ബീഫിന്റെ മണം ഇങ്ങനെ ഇങ്ങനെ വന്ന് പറഞ്ഞു. ഓ ചൂട് അത് പോയിട്ട് മസാലയൊക്കെ സൂപ്പർ ആയിട്ടോ, ഒന്നും പറയില്ല, ഒരു രക്ഷയില്ല. തെറ്റ് ഇതാണ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരും. അതുവരെ ടാറ്റാ ബൈ.